ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. നമ്മൾ അമ്പലത്തിൽ അവതരിപ്പിച്ച ഡാൻസിൻ്റെ വ്ളോഗാണ്, അതിൻ്റെ വിശേഷങ്ങളാണ് ഇതിന് മുന്നേ ഉള്ള ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങി വന്നു. അതിന് ശേഷം നമ്മൾ നോക്കുകയാണ് ഏതൊക്കെയാണ് സാധനങ്ങളുള്ളത്, എല്ലാം ഉണ്ടോ, കൃത്യമായിട്ട് 3 പേർക്കുള്ളത് ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. മൂക്കുത്തിയൊക്കെ ഇട്ട് നോക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അമ്പലത്തിലെ ഡാൻസ് പരിപാടി ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എല്ലാവർക്കും. ധ്യാനമാണെങ്കിൽ എല്ലാ സാധനങ്ങളും എടുത്ത് നോക്കുകയാണ്. അവനിങ്ങനെ തപ്പി നോക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ. നമ്മൾ ചിലങ്കൊക്കെ എടുത്ത് വെച്ചു, എല്ലാം സെറ്റാക്കി വെക്കുകയാണ്. സാധനങ്ങളൊന്നും മിസ്സായി പോകരുത്, അതുകൊണ്ട് എല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ നമ്മൾ പ്രാക്ടീസ് കഴിഞ്ഞ് നമ്മളിവിടെ ഡാൻസിന് റെസ്റ്റിന് വേണ്ടിയിട്ട് ഇതാ ബത്തക്ക ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് അഞ്ചും ഋഷിയേശി നല്ല പണിയിലാണ്. ഭയങ്കര തിരക്കിലാണ്, വീഡിയോക്ക് പോസ് ചെയ്യാൻ വരാൻ. അനുയായിയായിട്ട് ഇതാ ധ്യാനമുണ്ട്. ഗൈസ്, നമ്മുടെ ബത്തക്ക ജ്യൂസ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും അവൻ്റെ സ്പൂൺ വേണമെന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ പ്രാക്ടീസിലേക്ക് പോയി. ജാനു തെറ്റിക്കൽ. അതിനുശേഷം ഒരു വൈകുന്നേരം 4 മണിയായപ്പോൾ നമ്മൾ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. മേക്കപ്പിന് വേണ്ടിയിട്ട് അടുത്തുള്ളൊരു ബ്യൂട്ടി പാർലറാണ് പോയത്. അപ്പോൾ സുഷമേച്ചിയും സ്മിജേച്ചിയും കൂടിയിട്ടാണ് നമുക്ക് മേക്കപ്പ് ചെയ്ത് തരുന്നത്. അപ്പോൾ അവർ അടിപൊളിയായിട്ട് എന്നെ ചെയ്തു തന്നു. ഈ സുഷമേച്ചി ഒരു ഡാൻസ് ടീച്ചറാണ്, അപ്പം അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. ഡാൻസ് ഗ്രൂപ്പിൻ്റെ ടീച്ചർ സുഷ്മിച്ചു, അതുപോലെ ഈ സ്മിജേച്ചുമാണ് നമുക്ക് മേക്കപ്പ് ചെയ്യുന്നത്. നമുക്ക് രാത്രി 10 മണിക്കെങ്ങാനാണ് പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് കഴിച്ച ഫുഡാണ്. അപ്പോൾ ശ്രുതി ചേച്ചി ഫുഡൊക്കെ ഞങ്ങൾക്ക് ഓരോരുത്തരും വായിൽ വെച്ച് തരായിരുന്നു. അപ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. ശ്രുതി ചേച്ചിയും കുറേ കഷ്ടപ്പെട്ടു നമ്മുടെ കൂടെ. പിന്നീട് നമ്മൾ ചലങ്കിയൊക്കെ കെട്ടി ലാസ്റ്റ് ഒരു 7:30 ആകുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും റെഡിയായി കഴിഞ്ഞു. പിന്നെ ഫോട്ടോസ് എടുത്തു, എല്ലാവരും കൂടെ ഓരോ പോസ്റ്റിലുള്ള ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്തു. സമയം ഉണ്ടായിരുന്നില്ല, പക്ഷെ പെട്ടെന്ന് എല്ലാം എടുത്തതാണ്. ട്രെൻഡിങ് റീൽസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അവിടുത്തെ ഫസ്റ്റ് എൻ്റെ ഡാൻസ് ആയിരുന്നു. പിന്നീടാണ് ഞങ്ങൾ 3 പേരും കളിച്ചത്. പക്ഷെ കുറേ ലേറ്റായിപ്പോയി.
അങ്ങനെ നമ്മൾ സ്റ്റേജിൻ്റെ ബാക്കിലിരുന്ന് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയാണ്. 2 ദിവസം കൊണ്ട് പഠിച്ചുകൊണ്ട് തന്നെ സ്റ്റെപ്പ് തെറ്റുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ടാവും പോലെ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ അന്ന് സാധിച്ചു. പ്രോഗ്രാം കഴിഞ്ഞപാടെ നമ്മൾ സ്റ്റേജിൻ്റെ ബാക്കിൽ വന്ന് വെള്ളമൊക്കെ കുടിച്ചു. എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. കുറേ സമയം ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് നിന്ന് ഭയങ്കര ടയേർഡായിരുന്നു 3 പേരും. പിന്നീട് നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പാണ് മാറിപ്പോയതെന്നൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നു. പിന്നീട് നമുക്ക് മൊമെൻറ്റോ കിട്ടി. ഭയങ്കര സന്തോഷമായി. നല്ല ഭംഗിയുള്ള മൊമെൻറ്റോ ആയിരുന്നു. ഇന്നലെ പഠിച്ചാണ്. 2 ദിവസം കൊണ്ട് നമ്മൾ പഠിച്ചാണ്. അതിന്റെ എഫക്റ്റ് കാണാനുണ്ട്. പക്ഷെ എല്ലാവരും പറഞ്ഞു അങ്ങനെ തിരിയുന്നൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഭയങ്കര ടയേർഡായിരുന്നു. ഫുള്ള് 2 ദിവസം കണ്ടിന്യൂസ് പ്രാക്ടീസ് ആയതുകൊണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കി, നമ്മളൊരു പ്രോഗ്രാമിന് പങ്കെടുക്കുമ്പം കുറേ ദിവസം മുന്നേ പഠിച്ചെടുത്തിട്ട് പിന്നെ ലാസ്റ്റ് ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാണികളെല്ലാം നമ്മളോട് പറഞ്ഞാൽ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്രോഗ്രാമിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നന്നായിട്ട് തന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു, ബൈ. ഇത് ഞങ്ങൾക്ക് മൊമെൻറ്റോ കൂടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ലാസ്റ്റ് ഫോട്ടോയിലുണ്ടാവും. അതെ, വീഡിയോയിൽ വരും. ഓക്കെ, ബൈ. പിന്നീട് നമ്മൾ തിരിച്ചു പോരാണ്. അതിന് മുന്നേ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോൻ്റെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഫാമിലി മൊത്തം വന്നിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട്. ലേറ്റായി കുറേ തിരിച്ചു വരാൻ. അങ്ങനെ നമ്മൾ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇത് മേക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് അയച്ച് വെക്കാനും കുറേ പണിയാണ്. അപ്പോൾ എല്ലാവരും കൂടെ അതിലുള്ള പരിപാടികളാണ്. കുറേ ടാസ്ക് ആയിരുന്നു. കാരണം രാത്രി 1 മണിയൊക്കെ ആയി നമ്മൾ എത്തുമ്പോൾ. അപ്പോൾ ഭയങ്കര ടയേർഡാണ്. പക്ഷേ ഇതൊക്കെ അയച്ച് വെക്കുക വേണം, മേക്കപ്പ് കളയണം. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നമ്മൾ ഇതൊക്കെ അയക്കുക. കണ്ണുമ്പൊക്കെ ഏറെ തൊട്ട് വിളിച്ചാലും ഒരു സാധനം വരുന്നുണ്ട്. ഇത്രയാണ് വ്ളോഗ്. ഇനി ലാസ്റ്റ് നമുക്കെടുത്ത ഫോട്ടോസൊക്കെ ഒന്ന് കണ്ടാലോ.